ആക്ച്വലി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു എമിനൻറ്റ് ബിക്കോസ് ലൈക്ക് നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഇതിലേക്ക് യൂസ് ചെയ്തതും. KS ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് എമിനൻ്റെ ടെസ്റ്റ് സീരീസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത് ആൻസിയുടെ ഫീഡ്ബാക്കും ഭയങ്കര എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു ബിഫോർ ഒരു മെയിൻസിന് ജസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പുള്ള ആ ഒരു സെഷൻ. അപ്പോൾ ആ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്തതിനും ആ ടെസ്റ്റ് സീരീസ് അത്ര നന്നായിട്ട് നടത്തിയതിനും ഞാൻ എമിനൻറ്റ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ കഴിഞ്ഞ KSൻ്റെ എക്സാമിൽ സ്ട്രീം 3-ൽ നിന്ന് 3ാം റാങ്ക് നേടിയ ജോസ് തോമസ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയും എക്സാമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ജോസ് തോമസ്, വെൽക്കം. നമസ്കാരം, താങ്ക് യു. വെൽക്കം. ജോസ് സ്ട്രീം 3-ലായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ എക്സാമിലേക്ക് എഴുതിയത് എന്ന് പറഞ്ഞു. ഏത് പോസ്റ്റിലായിരുന്നു ജോസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ഞാൻ കോഴഞ്ചേരിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. കോഴഞ്ചേരിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജറായിരുന്ന സമയത്താണ് നോട്ടിഫിക്കേഷൻ വരുന്നതും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിനുശേഷം പിന്നെ ഞാൻ ഡെപ്യൂട്ടേഷനിൽ തിരുവനന്തപുരത്തേക്ക് വന്നു. ഇവിടെ നിന്നാണ് ബാക്കി പ്രിപ്പറേഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ KS നോട്ടിഫിക്കേഷൻ വന്നു, അതിന് മുമ്പേ നമുക്ക് KS വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളായിട്ട് നിൽപ്പുണ്ടായിരുന്നല്ലോ. ഈ പ്രിപ്പറേഷൻ ശരിക്കും തുടങ്ങിയത് നോട്ടിഫിക്കേഷൻ ശേഷമാണോ അതോ അതിന് മുമ്പ് പോലും സ്റ്റാർട്ട് ചെയ്തിരുന്നു? പ്രിപ്പറേഷൻ ആക്ച്വലി ഈ KSന് വേണ്ടി തുടങ്ങിയതല്ല. ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ മുമ്പ് ഒരു 2018, 16, 17 ആ സമയത്ത് നോക്കുന്നുണ്ടായിരുന്നു. അത് വർക്ക് ആയില്ല. അപ്പോഴാണ് വ്യവസായ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോസ്റ്റ് ആവുന്നത്. അതിനുശേഷം ആദ്യത്തെ KS എഴുതും. ആ സമയത്ത് ഞാൻ പ്രൊവിഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് സ്ട്രീമിലാണ് എഴുതിയത്. ദയനീയമായി പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നീട് KS അടുത്ത ബാച്ച് വിളിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആ ഒരു ടൈം ഡിലേ വന്ന് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ വിളിച്ചത് ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഒട്ടും ടച്ചില്ലാത്തൊരു സമയത്താണ് അങ്ങനെ വിളിച്ചത്. പിന്നെ കുറേ എല്ലാം ബ്രഷപ്പ് ചെയ്ത് പല സാധനങ്ങളും റീലേൺ ചെയ്ത് എടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും പിന്നെ പണ്ട് പഠിച്ച സാധനങ്ങളൊക്കെ കുറേ മാറി. പിന്നെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്താണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറി, പഠിക്കുന്ന രീതി മാറി, കൂടുതൽ AI ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ആ ഒരു മോഡിലേക്ക് മാറാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ കോഴഞ്ചേരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടേഷനിൽ തിരുവനന്തപുരത്ത് വന്ന ശേഷമാണ് പ്രിലിംസ് എഴുതിയതും പിന്നീട് മെയിൻസും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ടച്ച് വിട്ട് നിൽക്കായിരുന്നു എന്ന് പറയല്ലോ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ എഴുതാൻ പോകുന്നു എന്ന് തീരുമാനിച്ചതിന് ശേഷം എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ലക്ഷ്മികാന്തിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ മേടിച്ചു. എന്താണ് പോളിറ്റിയിൽ വന്ന മാറ്റം എന്നൊക്കെ അറിയാൻ വേണ്ടി ഫസ്റ്റ് എഡിഷൻ മേടിച്ചു. പിന്നീട് കുറച്ച് ഓൺലൈൻ വീഡിയോസൊക്കെ കണ്ടു. ഒരു ബ്രഷപ്പൊക്കെ ചെയ്തു. ലക്ഷ്മികാന്ത് ഞാൻ വാങ്ങിച്ചെങ്കിലും പിന്നെ ഫുൾ വായിച്ചൊന്നുമില്ല. എന്നാലും ചേഞ്ചസ് കുറേ നോക്കി. പിന്നെ അങ്ങനെ പഴയ മെറ്റീരിയൽസൊക്കെ തപ്പിയെടുത്തു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു. പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലക്ഷ്മികാന്ത് പഠിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ പ്രിലിംസിലേക്കായിരുന്നു. അപ്പോൾ ആദ്യം കാലഘട്ടത്തിൽ പ്രിലിംസ് മാത്രമാണ് ഫോക്കസ് ചെയ്തത് അതോ മൊത്തത്തിൽ എക്സാമിന് പ്രിപ്പറേഷൻ എന്നുള്ള ആംഗിളിലാണ് പോയത്? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിംസ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് പ്രിലിംസ് ഫോക്കസ് ചെയ്യുകയായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു. മലയാളത്തിലും ഇംഗ്ലീഷും എനിക്ക് അത്യാവശ്യം വലിയ മോശമല്ലാതെ ചെയ്യാൻ പറ്റും എന്നറിയാമെന്നുള്ളതുകൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരിതുണ്ടായിരുന്നു. പ്രോബ്ലി അതുകൊണ്ടായിരിക്കണം പ്രിലിംസ് ക്ലിയർ ചെയ്തതും. അത്യാവശ്യം എനിക്ക് ലാംഗ്വേജസ് രണ്ടും ഭയങ്കര എളുപ്പമായിരുന്നു. ബാക്കി പാർട്സും ഈ കുറച്ച് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് എളുപ്പമായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ലാംഗ്വേജിൻ്റെ ഇതിലുള്ള ഒരു റിഫ്ലക്ഷൻ ഭയങ്കര ഒരു എഫക്റ്റ് യൂഷ്വലി നമ്മൾ PSC പറഞ്ഞ പോലെ മലയാളം ഇംഗ്ലീഷും മാത്സും ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായി. മലയാളം അത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ഒരാൾ എനിക്കൊരു ഉപദേശം തന്നു, ഇതിൽ നന്നായി ഫോക്കസ് ചെയ്താൽ സ്ട്രീം 3-ൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്തിരുന്നു. മലയാളം ഞാൻ എടുത്ത് വൃത്തിക്ക് നോക്കി ചില്ലക്ഷരമൊക്കെ കണ്ടുപിടിച്ചു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞൊരു എക്സാം എങ്ങനെ പാസ്സാവണമെന്ന് പ്രിലിംസിൽ നമ്മൾ ആദ്യം നോക്കി പഠിച്ചത്. മുഴുവൻ കവർ ചെയ്യുന്നതിന് പകരം ഈ സാധനം എങ്ങനെ ചാടി കിടക്കാം, നമുക്ക് ചാടി കിടക്കാനുള്ള ഒബ്സ്റ്റക്കിൾ നമ്മൾ വെച്ചു, ആദ്യം കണ്ടെത്തി. അപ്പോൾ സ്ട്രീം 3 ആണ് ഇത്രയും മാർക്കോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കയറാം എന്നുറപ്പായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു ടൂറായിരുന്നു. ആ സമയത്ത് എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസ് വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് എമിനൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്നത്. കൂടുതലും ഞാൻ മെയിൻസ് പ്രിപ്പറേഷൻ ഏകദേശം എൻറ്റയർലി ആ ടെസ്റ്റ് സീരീസിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് എടുക്കുക, ആദ്യം എൻ്റെ ഇപ്പോൾ ഉള്ള ജ്ഞാനം ഇത് ചെയ്യാൻ ആൻസർ എഴുതുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാനും ChatGPT കൂടെ ഇരുന്ന് അതിൽ
ഞാൻ എഴുതിയതിലും ബെറ്റർ സാധനങ്ങൾ എടുക്കുക. പിന്നെ എവനിൻ്റെ ഫീഡ്ബാക്കും ആ ഫീഡ്ബാക്ക് ലൂപ്പ് ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് പല ഏരിയകളിലും ഒരു റൈറ്റ് ആൻസർ എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ പല സ്ഥലത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ് അതിൽ ഫോക്കസ് ചെയ്താണ് അങ്ങനെ ഏകദേശം മുന്നോട്ട് പോയത്. അതായത് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ആൻസർ ചെയ്ത് പഠിച്ചാണ് പോയത്. അതെ, ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കിപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഓക്കെ അത് സൗത്ത് ഇന്ത്യയിലും ഉണ്ടാവാം. അല്ലെങ്കിൽ വിൻ്ററിൽ നടന്നൊരു സാധനം ചോദിച്ചാൽ നമുക്ക് സമ്മറിലും ഉണ്ടാവാം, അല്ലെങ്കിൽ വേറൊരു സീസണിലും ഉണ്ടാവാം, മൺസൂണിലും ഉണ്ടാവാം. റിട്രീറ്റിംഗ് മൺസൂണിനെ പറ്റിയൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അഡ്വാൻസിങ് മൺസൂണിലും വരാം. അങ്ങനത്തെ കുറച്ച് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങൾ തൊട്ട് ആ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൺസൂൺ പറഞ്ഞ പോലെ അഡ്വാൻസ് മൺസൂൺ വരുമ്പോൾ റിട്രീറ്റിംഗ് മൺസൂണിന്റെ സീസണും കാര്യങ്ങളും എല്ലാം അങ്ങനെ എന്താണ് മൺസൂണിലെ ചേഞ്ച് വേരിയേഷൻ എന്താണ്, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എല്ലിനോയിൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ തൊട്ട് പഠിക്കാൻ പറ്റി. സോ ഈ പറഞ്ഞ മെയിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രിലിംസ് നമ്മൾ എങ്ങനെ പാസ്സാവാം എന്ന് നമ്മൾ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മെയിൻസിൽ ഇപ്പോൾ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ആയിട്ട് വന്നത് മെയിൻസിനല്ലേ? അതെ, മെയിൻസിൽ ആക്ച്വലി ഞങ്ങൾ കുറച്ച് പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ആ സമയത്ത് ഒട്ടും ലീവ് എടുക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഫൈനലി ഒരു 15 days ഒക്കെയാണ് ലീവ് എടുത്ത് പ്രിപ്പയർ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഇൻറ്റൻസീവായി ആ ഒരു 15 ദിവസം ഭയങ്കര ഇൻറ്റൻസീവായിട്ട് എന്താ ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സെനാറിയോ ആയിരുന്നു. പക്ഷേ അതിനു മുമ്പ് വരെ അത്രയ്ക്കും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ പിന്നെയും ഈ പറഞ്ഞതുപോലെ ടെസ്റ്റ് സീരീസ് ഫുള്ളെടുത്ത് റീവിസിറ്റ് ചെയ്തു, എല്ലാ ചോദ്യവും നോക്കി, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വരാം എന്നുള്ളത് നോക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോക്കസിലാണ് ചെയ്തത്. കാരണം ഫുൾ എൻറ്റയർ സിലബസ് ആ ഒരു ടൈം ലിമിറ്റിൽ കവർ ചെയ്യുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ആ സമയത്ത് ഉണ്ടാകുന്ന കുറേ സ്ട്രെസ്സസ് ഉണ്ട്. ഇത് ക്ലിയർ ചെയ്യുമോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടാവും. ഇതിപ്പോൾ ആക്ച്വലി നമ്മളൊരു ജോലിയിൽ ഇരുന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇഷ്യൂസാണ് ഫേസ് ചെയ്തത്? ആക്ച്വലി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും പരീക്ഷ എഴുതാണ്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ എഴുതണം. നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെങ്കിലും പരീക്ഷ എഴുതുമ്പോൾ ക്ലിയർ ചെയ്യാൻ തന്നെ എഴുതണം. അല്ലാതെ അതിൽ വേറെ ചോദ്യമൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതൊരു ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ എല്ലാ സാധനവും കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് ബാക്ക് ഓഫ് ദി മൈൻഡ് പല സമയത്തും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ 1-2 പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രോജക്റ്റിൽ തന്നെ കുറച്ച് 1-2 പഴയ ബാച്ചിലുള്ള കേസുകാരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ മെയിൻസ് മാക്സിമൈസ് ചെയ്യാൻ എന്താണ് ചെയ്തത്, ഏത് പേനയാണ് വെച്ചാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അതും ഒരു മാക്സിമൈസ് ചെയ്യാനുള്ളൊരിത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ഇതൊക്കെയാണ് ആ സ്ട്രെസ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ തേർഡ് സ്ട്രീമിലുള്ള എല്ലാവർക്കും കൂടെ എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു സ്ഥലത്തുണ്ടല്ലോ. അപ്പോൾ വേറൊരാൾക്ക് എന്നെക്കാൾ നന്നായി പഠിച്ച ഒരാൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കിട്ടുന്നു എന്നുള്ളത് കാര്യമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പറേഷൻ സമയങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ ഇത്രയും നമുക്ക് ജോലിക്കിടെ തിരക്കുണ്ട്, അപ്പോൾ ഇതിനിടയിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്തു? ആക്ച്വലി ഉറക്കം കുറച്ചല്ലേ, കൂടുതൽ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കണ്ടിന്യൂസ്ലി ഒന്ന് ഉറങ്ങാം എന്നുണ്ടോ? ട്രെയിനിങ് സമയത്ത് ഉറങ്ങാൻ പറ്റുമോ അറിയില്ല. ല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മെയിൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഈ മാർക്കുകൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സ്ട്രീം 1-ലുള്ളവർ, 2-ലുള്ളവർ, 3-ലുള്ളവരൊക്കെ ഉണ്ട്. ഒരു ഭീകരമായ ഡിഫറൻസ് മെയിൻസിൻ്റെ മാർക്കിൽ ഈ സ്ട്രീം 2-ഉം 3 ആയിട്ടോ അല്ലെങ്കിൽ 1-ഉം 3 ആയിട്ടോ ഒന്നും ഈ ഫസ്റ്റ് റാങ്കുകൾ തമ്മിലൊന്നും വലിയ ഡിഫറൻസസ് ഇല്ല. അപ്പോൾ ഏകദേശം സെയിം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിലും ആൻസറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ പ്രസൻറ്റേഷൻ ഏകദേശം ആ ലെവലിൽ വന്നിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ആ ഒരു സെയിം കൈൻഡ് ഓഫ് മാർക്ക് നമുക്ക് കിട്ടും. കാരണം ഇൻ്റർവ്യൂ മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തില്ല. ഒരു 5 മാർക്സിൻ്റെ വേരിയേഷൻ ഏറ്റവും കൂടുതലും കുറവും തമ്മിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് സ്ട്രീം 3-ലുള്ളവരും എഴുതി എന്ന് പറയുമ്പോൾ അപ്പോൾ റെപ്രസെൻറ്റേഷനകത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്? ടോട്ടലി ആ ഒരു ആൻസർ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് എത്ര ഞാൻ ഉണ്ടെങ്കിലും ഫൈനലി നമ്മൾ എന്തെഴുതുന്നു എന്നുള്ളതും എത്ര വൃത്തിക്ക് എഴുതുന്നു എന്നുള്ളതും അത് എത്ര ആർട്ടിക്കുലേറ്റ് അത് ഇങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എൻ്റെ വൈഫ് ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ഞാൻ കുറേ ആൻസേഴ്സ് റീനുവിനെ കാണിക്കുമായിരുന്നു. അപ്പോൾ റീനു കുറച്ച് ഫീഡ്ബാക്ക് പറയും, ഇത് നീ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വായിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫീഡ്ബാക്കൊക്കെ കുറേ റീനു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന സ്കില്ല്.
പിന്നെ മനസ്സിലാക്കുന്നത് ഈ പലരും ഇത് തമ്മിലുള്ള ഈ അന്തരം കുറഞ്ഞത് ഇപ്പോൾ ഒരു യങ് ബാച്ച് ഓഫ് കുറേ സ്ഥലങ്ങളിൽ, കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു യങ് ബാച്ച്, ഒരു യങ് എന്ന് പറഞ്ഞാൽ ഒരു 40സിനകത്തുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് കയറിയിട്ടുള്ളവരെല്ലാവരും ഓൾറെഡി സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അവർക്ക് ആ മോൾഡുണ്ട്, അവർ ഓൾറെഡി സിസ്റ്റത്തിലുള്ളതാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഈ എളുപ്പമായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അതാണ് ഞാൻ ആ മാർക്കുകൾ തമ്മിലുള്ള അന്തരം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ആക്ച്വലി ഇതിൻ്റെ കുറച്ച് പേർക്സ് പലർക്കും മനസ്സിലായി. ഇപ്പോൾ ഈവൻ അകത്തിരിക്കുന്ന ഈ ഗസറ്റ് ഓഫീസേഴ്സ് പലർക്കും ഈ KS ആ കേഡറിൽ ഇപ്പോൾ അവർ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറച്ച് പേർക്സ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നോക്കി പ്രിപ്പയർ ചെയ്ത കുറച്ച് പേരുമുണ്ട്. അപ്പോൾ കുറച്ച് ഇൻറ്റൻസീവായിട്ട് ഇപ്പോൾ ഇത്തവണ കുറച്ച് ലീവ് എടുത്തൊക്കെ പഠിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഫാക്ടറും കൂടെ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ് സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ മെയിൻസിനെ പറ്റി പറയുന്നുണ്ട് തന്നെ, എന്തായിരുന്നു ഏറ്റവും മേജർ ഡിഫിക്കൽട്ടി മെയിൻസിൻ്റെ സമയത്തിൽ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഇതിൽ മൊത്തത്തിൽ നേരിട്ട് ഇഷ്യൂ എന്തായിരുന്നു മെയിൻസിൻ്റെ സമയത്ത്? ഭയങ്കര ലാക്ക് ഓഫ് ഇത് എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കുറവുണ്ടായിരുന്നു. കാരണം ഞാൻ പേന തൊട്ടിട്ട് കുറേ നാളെ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഭയങ്കര ഫുള്ളി ഡിജിറ്റൽ സമയത്താണ് ഒപ്പിടാനൊക്കെ പേന എടുക്കുന്നുള്ളൂ. അപ്പോൾ പേന തൊട്ടിട്ടുള്ളത് ഭയങ്കര ഒരു കുറവായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്, ഞാൻ എഴുതുന്നത് വായിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ അതിൽ പലതും ഈ എമിനൻറ്റിൻ്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു സമയത്ത് ആ ഒരു കാര്യം ഇപ്പോൾ ഞാൻ എഴുതുന്നത് കറക്റ്റാണോ എന്നുള്ളതിനേക്കാൾ അത് കറക്റ്റായിട്ടാണോ പ്രസൻറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ എഴുതിയത് തന്നെയാണോ ഫീഡ്ബാക്ക് തന്നപ്പോൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അതുപോലെ ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് എമിനൻ്റ് നാൻസി വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയോട് ഇങ്ങനെ ഒരു 1-on-1 സെഷൻ പോലെ ഓരോ ക്വസ്റ്റ്യനും ഞങ്ങളെടുത്ത് റിവ്യൂ ചെയ്ത്, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അല്ലെങ്കിൽ അപ്പോൾ ആൻസി ഇങ്ങനെ കറക്റ്റ് ചെയ്യും, അല്ല ചിലപ്പോൾ ഇത് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ലൂപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇതിൽ മറ്റൊരു എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരാൾ, ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ആൻസിയാണ്. അതിന് മുമ്പ് എനിക്കൊരാൾ ഫീഡ്ബാക്ക് തന്ന് ഞാൻ പരീക്ഷ ഇനി എഴുതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ആക്ച്വലി ആൻസി ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. കാരണം ഇനിയും ഒരാൾ ഇങ്ങനെ തന്നെ പറയാൻ പോവുകയാണെന്ന്. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ഇവിടെയാണ് തെറ്റ്, ഇതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, നിങ്ങൾ എഴുതിയതിൽ തെറ്റായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ തെറ്റായിരിക്കാം എന്നുള്ള ആ ഫീഡ്ബാക്ക് ഭയങ്കരമായിട്ട് തന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മളെങ്ങനെ എഴുതണം, ആൻസർ എങ്ങനെ മോൾഡ് ചെയ്യണം, അത് ഒരാൾ വായിക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് വേറെ സാധനമാണ്, എഴുതുന്നത് എന്തോ ആവാം, പക്ഷെ അതൊരാൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതിനാണ് മാർക്ക്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാത്രമല്ല, ചിലപ്പോൾ ദ ക്വസ്റ്റ്യൻ ആയിരിക്കും എഴുതിയത്, പക്ഷേ എൻ്റെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കാം, ഞാൻ ഉപയോഗിച്ച സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം, അതുകൊണ്ട് അത് കൺഫ്യൂസിങ് ആയിട്ടിരിക്കാം. അത് ഏറ്റവും അൺആംബിഗ്വസ് ആയിട്ട് മറ്റേ ആൾക്ക് മനസ്സിലായാലേ മാർക്ക് കൊണ്ടുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇതിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പോയിന്റ്. സോ അപ്പോൾ ഈ KS പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മെയിൻസ് ആണ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാൻ വേണം, അതിനൊരു ഫീഡ്ബാക്ക് ലൂപ്പും കൂടെ വേണം. ആൻസി ചെയ്തതുപോലെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് നമുക്ക് വേണം. ആ ഫീഡ്ബാക്ക് ലൂപ്പിൻ്റെ ജോലി ഓണസ്റ്റ് ആവുന്നതിനേക്കാൾ, ഏറ്റവും ബ്രൂട്ടലി ഓണസ്റ്റ് ആവുന്നതിനേക്കാൾ ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതായിരിക്കണം. ബ്രൂട്ടലി ഓണസ്റ്റായി ഒരാളെ നമുക്ക് വേണമെങ്കിൽ അടിച്ചിരുത്താം, ആരുടെ ഏത് ഉത്തരം എടുത്താലും നമുക്കൊരു 10 തെറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ ബ്രൂട്ടലി ഓണസ്റ്റ് ആവുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഓക്കെ ഹൗ ആർ വി ഗോയിങ് ടു ഇംപ്രൂവ് ദിസ് എന്നുള്ള ഫീഡ്ബാക്ക് വരേണ്ടതാണ്. അതായത് ഒരു ആൻസർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയാണ് ബെറ്റർ ആക്കുന്നത്, ഒരു നമുക്കൊരു ഡയറക്ഷനും ഒരു മോട്ടിവേഷനും കൂടെ കിട്ടണം. ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് നമുക്ക് നിങ്ങളുടെ ഉത്തരം ശരിയല്ല, ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഫ്രൂട്ട്ഫുൾ അല്ല, അതൊരു ഗെയിൻഫുൾ ലൂപ്പല്ല. ഒരു ഗെയിൻഫുൾ ലൂപ്പ് ആവണമെങ്കിൽ ഓക്കെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുത്തിയാൽ നിങ്ങൾക്ക് അവിടെ എത്താം. അറ്റ്ലീസ്റ്റ് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൂപ്പ്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആൻസർ കിട്ടി കഴിയുമ്പോൾ പറയാൻ പറ്റുന്ന പോലെ ഇതൊന്നിനും കൊള്ളില്ല, നിങ്ങൾ ശരിയാവില്ല, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. ചിലവർ പറയും ഇത് വളരെ നല്ലതാണ്, ഇങ്ങനെ എഴുതിയാലും മതി എന്ന് പറയും. അതിലും കാര്യമില്ല. ഇതിന് രണ്ടിന്റെയും മിഡിൽ പാത്തിൽ കൃത്യമായ ഡയറക്ഷൻ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ കറക്റ്റാണ്, നിങ്ങൾ ഇത്രയും കാര്യം കൂടെ ചെയ്താൽ
നിങ്ങളുടെ ഉത്തരം നല്ലതാവും. നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് ചാൻസ് ഉണ്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ. ആ ലൂപ്പാണ് ഫൈനൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും കിട്ടേണ്ടത്. അവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. സോ അപ്പോൾ മെയിൻസിന് ശേഷം പിന്നീട് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? ഇൻ്റർവ്യൂ ജനറലി ഓക്കെയാണ്. ഞാൻ ഇൻ്റർവ്യൂസ് ജനറലി മാർക്ക് കുറയുന്ന ഒരാളാണ്. എൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയ മോശമില്ലായിരുന്നു എന്നാണ് ഞാൻ അപ്പോൾ വിചാരിച്ചത്. ഈവൻ 32 മാർക്സ് ഉണ്ട്. ഐ മീൻ ഐ എം ഹാപ്പി വിത്ത് ദി മാർക്സ്. കാരണം നോക്കിയാലും മതി, PSC 29 to 34 ആണ് അവർ റേഞ്ച് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെയാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ 32 ഇസ് ഗുഡ് മാർക്ക്. കഴിഞ്ഞ വർഷത്തെ കേസ് നോക്കിയാൽ അറിയാം, ഈ ഒരു റേഞ്ചിനകത്താണ് അവർ എപ്പോഴും മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ വലിയൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി സ്ട്രീം 3 വരുമ്പോൾ തന്നെ റിട്ടേണിലാണ് ഇതെന്ന് പറയുന്നത്. കാരണം റാങ്കുകൾ തമ്മിൽ ഒരുവിധം ഡിഫറൻസസ് ഉണ്ട് മാർക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നന്നായിട്ട് മെയിൻസ് എഴുതി എന്നുള്ളത് തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മെയിൻസ് എന്ന് പറയുന്ന ഫാക്ടറാണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ളതും ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻപുട്ട് ഇടാൻ പറ്റുന്നത് വരത്തുള്ള, നമുക്ക് നമ്മുടെ രീതിയിൽ ഉത്തരങ്ങളൊക്കെ ടേൺ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇൻ്റർവ്യൂവിൽ അതിന് ഒരു 6 പേരുടെ അവിടെ ഇരുത്തി ഇമ്പ്രസ് ചെയ്യണം. ഇതിൽ ആ ഒരു പ്രോസസ്സ് എനിക്ക് കുറച്ചുകൂടെ റൈറ്റിങ്ങിലാണ് പറ്റുന്നതാണ് തോന്നിയിട്ടുള്ളത്. ഈ മാർക്ക് ഡിഫറൻസ് വലിയതില്ലാത്തതുകൊണ്ടും വലിയൊരു ഇന്റർവ്യൂവിന് അത്ര വലിയൊരു ഇംപ്രഷനിലേക്ക് നമ്മൾ പോകേണ്ട കാര്യങ്ങളും ഇല്ല. ഇന്റർവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലി കുറച്ചും കൂടെ മാർക്ക് ഡിഫറൻസ് കുറഞ്ഞൊരു സ്ഥലം പ്രോബ്ലി സ്ട്രീം 1 ഡെഫിനറ്റ്ലി. കാരണം എല്ലാവരും ഈക്വലി ഗുഡ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ 1 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസിലൊക്കെയാണ് വരുമ്പോൾ. മാത്രമല്ല ഇപ്പം കുറെ കൂടെ നമ്പർ ഓഫ് ആളുകളെ എടുക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ ഇൻ്റർവ്യൂ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആവും. ഇപ്പോൾ ഈ ജസ്റ്റ് 22 പേരാണ് മെയിൻ ലിസ്റ്റിൽ വരുന്നത് എങ്കിൽ അത് അത്രയും പേരെ വരുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ ആ മാർക്കുകൾ അടുത്തടുത്ത് വരും. ഒരു കർവ് വരുമ്പോൾ ആ മാർക്കുകൾ അടുത്തടുത്ത് വരികയും അപ്പോൾ ഇൻ്റർവ്യൂ മാർക്സ് കുറച്ചുകൂടെ ഈ പരീക്ഷയുടെ, അതായത് ഈ പെർട്ടിക്കുലർ കേസ് പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂ പ്രോബ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ മെയിൻസ്. പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ നമ്മൾ പറയുമ്പോൾ പ്രിലിംസാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. മെയിൻസ് ആണ് നമ്മുടെ ഒരു നോളജ്, ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇത് ചെയ്യേണ്ടത്. പിന്നീട് ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കി മൊത്തത്തിൽ KSനായിട്ട് പ്രിപ്പയർ ചെയ്യണമോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പോകണം? എന്താണ് ജോസിന് തോന്നുന്നത്? ഓവറോൾ നമ്മുടെ ഈ കോർ നോളജ് ഉണ്ടാക്കുന്നത് എല്ലാത്തിനും വേണ്ടി തന്നെ ആദ്യം ഉണ്ടാക്കണം. നമ്മുടെ കോർ നോളജസ് എല്ലാത്തിനും വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അപ്പോൾ ആ കോർ നോളജ് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനെയും നമ്മൾ പ്രിലിംസിന് മോൾഡ് ചെയ്തെടുക്കുക, മെയിൻസിന് വേണ്ടി ആ റൈറ്റിംഗ് സ്കില്ല് ഇതെടുക്കുക, പ്രിലിംസിന് കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായി കുറേ നോളജ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്ട്സ് പഠിച്ച് വെക്കുക, മെയിൻസിന് കുറേ കൂടെ ഒരു ബ്രോഡറായിട്ട് ഒരു ബേർഡ്സ് ഐ വ്യൂ പഠിക്കുക, ഇൻ്റർവ്യൂവിന് യു ഗോ ദെയർ പ്രസൻറ്റ് ഇറ്റ് വെൽ. നമുക്കൊരു നോളജ് ഉണ്ടാക്കുക, അത് ഓരോ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം അതിനനുസരിച്ച് മോൾഡ് ചെയ്യുക. ഓരോ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നറിയാം, അതിന് വേണ്ടി നമ്മുടെ നോളജ് ഉണ്ടാക്കുക. നമ്മൾ ആദ്യം നോളജ് ഉണ്ടാക്കുക, നമ്മുടെ കോർ നോളജ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതിൽ അക്വയർ ചെയ്ത് ഓരോ പരീക്ഷയും അതിനനുസരിച്ച് നേരിടുക. പ്രിലിംസിന് വേണ്ടി പഠിച്ചാൽ പ്രിലിംസ് മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. മെയിൻസിൽ നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്തെന്ന് പറഞ്ഞ് മെയിൻസിന് ഒരു അഡ്വാൻറ്റേജും ഇല്ല. കാരണം പ്രിലിംസിൻ്റെ മാർക്ക് 0 ആണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റിൽ വരുമ്പോൾ. അപ്പോൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. റൈറ്റിംഗ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ റൈറ്റിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യണം. കാരണം എന്ത് വിവരം ഉണ്ടെങ്കിലും ആ നമ്മൾ എഴുതിയത് മറ്റേ ആൾക്ക് മനസ്സിലായാൽ മാത്രമേ ഇത് നമ്മുടെ നോളജ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഒരു ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള ആംഗിൾ മാത്രം, ഒരു ഇവാലുവേറ്ററിന്റെ ആംഗിൾ കൂടെ നമ്മളിത് നോക്കണ്ടേ. കാരണം അങ്ങനെയാണെങ്കിലല്ലേ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അതെ, അതുകൊണ്ടാണ് ഈ ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഈ കറക്റ്റ് ചെയ്യുന്ന ആൾ ലക്ഷക്കണക്കിന് പേപ്പേഴ്സ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേപ്പേഴ്സ് അവരുടെ എക്സ്പീരിയൻസിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് വായിക്കുമ്പോൾ അറിയാം, ഓക്കെ ഇത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇതാണ്, അയാൾക്ക് മനസ്സിലാവുന്നത് തന്നെ ആയിരിക്കും വേറൊരാൾക്ക് മനസ്സിലാവുന്നത്. നമ്മൾ എഴുതിയത് നമ്മുടെ തലയിൽ നിന്നൊരു സാധനമാണ്. അതിൽ ചിലപ്പോൾ ഒരു കോമയൊക്കെ മാറി പോകുമ്പോഴായിരിക്കും ഈ ഫുൾ സാധനം മാറുന്നത്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അറിയില്ല. അതൊരു ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം. കാരണം അവർ ഉദ്ദേശിച്ച സാധനം എന്തായിരിക്കും നമുക്ക് കിട്ടും. പക്ഷേ ആൻസർ ഷീറ്റിൽ അത് കൃത്യമായിട്ട് അത് കയറി വരില്ല. ഒന്നാമത് ഈ പറയുന്ന പോലെ മെയിൻസ് ചെയ്താൽ നമുക്ക് വേർഡ് റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ സ്പേസ് റെസ്ട്രിക്ഷൻസും എല്ലാം ഉള്ളപ്പോൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഈ ഇത്തവണ മെയിൻസിന് ആ ഫുൾ ഫോമായിട്ട് തന്നെ മാറി, ഫുൾ എല്ലാം വലിയ ആൻസേഴ്സ് വന്നപ്പോൾ അത് പലരെയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫ് ട്രാക്ക്
ആവുകയും ചെയ്തു, ഞാൻ ഉൾപ്പെടെ. കാരണം കൂടുതൽ സ്പേസ് കിട്ടി, കൂടുതൽ സ്പേസ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ലിമിറ്റ് ചെയ്ത് പഠിച്ചിട്ട്. അതെ അതെ, ചെറിയ ആൻസേഴ്സ് പഠിച്ചതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എമിനൻ്റിൽ നമ്മൾ പറയാറുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ 3-നോ 5-നോ എഴുതണമെന്ന് നമ്മൾ ആദ്യം പറയുമായിരുന്നു. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ മാറ്റി എഴുതുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ഒരു പേജ് ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു റൈറ്റ്. ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു ആൻസർ പ്ലാൻ ചെയ്യുമ്പോൾ കുറേ 5 മാർക്കിന് വേണ്ടിയാണ് പഠിച്ചത്, അത് ആ സ്പേസ് 5 ലൈനിന് വേണ്ടിയാണ് എടുത്തെങ്കിൽ ബാക്കി നമ്മൾ മറ്റേ ഫില്ലേഴ്സ് ഇടേണ്ടി വരും. അപ്പോൾ ഫില്ലേഴ്സ് ഇടുന്നത് ഓക്കെയാണ്, ഫില്ലേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് കണ്ടന്റ് ഇടാനുള്ള കയ്യിൽ വേണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇത്രയും കാലം അല്ലെങ്കിൽ ഒരു 1 ഇയറോളം നമ്മൾ ഇതിൻ്റെ പുറകെ നിന്നു, അവസാനം ഒരു ഫ്രൂട്ട്ഫുൾ ആയുള്ള റിസൾട്ട് കിട്ടി. സോ അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ഒരു എക്സാമിനോട് പോകുന്നവരോട് ജോസിന് എന്താ പറയാനുള്ളത്? മെറ്റിക്കുലസ്ലി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ മാത്രമല്ല എന്ത് പരീക്ഷ എഴുതുന്നവരുടെയും മെറ്റിക്കുലസ്ലി പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ നമ്മളുടെ വിവരം കാണിക്കാനോ നമുക്ക് ഇത്ര അറിയാമെന്ന് കാണിക്കാനോ അല്ല, നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നത്, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ PSC എനിക്ക് വിവരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് പഴയ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഫണ്ട് എന്താ ചെയ്തിരിക്കുന്നത് നോക്കുക, പ്രിലിംസിൻ്റെ റിക്വയർമെൻറ്റ് എന്താ അതനുസരിച്ച് പ്രിലിംസ് പഠിക്കുക. നല്ലൊരു പാർട്ട് ലാംഗ്വേജിനുണ്ട് ഇപ്പോൾ ഈ ഫോർ KXന്. ഡു ദാറ്റ്, യു ആർ ഹാഫ് ക്ലിയർഡ്. യു ഹാവ് ടു ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് ബാക്കി ഉണ്ടാക്കിയാൽ മതി. മലയാളം പഠിച്ചാൽ മലയാളം ഒരു വളരെ ചെറിയ എമൗണ്ട് പഠിച്ചാൽ മതി, ഒരു നല്ല ചങ്ക് സാധനം കിട്ടും. ഇംഗ്ലീഷ് ഒരു ഭയങ്കര ചെറിയൊരു എമൗണ്ട് പഠിച്ചാൽ മതി, നല്ലൊരു വലിയൊരു വൈഡ് ഓൾമോസ്റ്റ് ഒരു 25% ഓഫ് ദി ഹോൾ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിന് അത്രയും സ്ട്രെസ് കൊടുക്കണ്ട. ഇത് പഠിച്ചാൽ ഇതൊരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ്, ടേക്ക് ദിസ്. അതുപോലെ മെയിൻസ് നമുക്കറിയുന്ന സാധനങ്ങൾ ഇത് ചെയ്യുക, ഈ റൈറ്റിംഗ് നന്നാക്കുക. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ഫോർ ദി എക്സാമിനെ അതിൻ്റെ നീഡിന് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് എന്തിനാണ് ഈ സാധനം നടത്തുന്നത് അത് മനസ്സിലാക്കുക, അത് ക്രാക്ക് ചെയ്യാൻ നോക്കുക. വേറെ കാട് കയറി ഒന്നും ചെയ്യേണ്ട, എല്ലാ ദിവസവും പത്രം വായിക്കുമല്ലോ വേണ്ട. നമ്മൾ ഇതിനകത്ത് നോളജ് ഉണ്ടാക്കി എൻസൈക്ലോപീഡിയ ആവാൻ പോകല്ല, നമുക്ക് ഇതങ്ങ് പാസ്സായാൽ മതി. നമ്മുടെ ഉദ്ദേശം എൻസൈക്ലോപീഡിയ ആവുന്നത് ഏറ്റവും നല്ല കാര്യമാണ്, വിവരം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പക്ഷെ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ വിവരമല്ല വേണ്ടത്, ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കഴിവാണ്. അതിനുള്ള പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്. യു ടാക്കിൾ ദി എക്സാം, യു ടാക്കിൾ ദി ക്വസ്റ്റ്യൻ ഇട്ട ആളെ ടാക്കിൾ ചെയ്യുക, അല്ലാതെ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത ആളെ ടാക്കിൾ ചെയ്യുക. ഇതെങ്ങനെയാണ് അയാൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കോമ്പറ്റീഷൻ തൽക്കാലം ബാക്കിയുള്ളവർ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ കോമ്പറ്റീഷൻ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ഇട്ട ആളാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ആളാണ്. അയാളെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് വരും. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് നമുക്ക് ഇതിനുവേണ്ടി സമയം കണ്ടെത്തുക, അതൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ട് കണ്ടെത്തുക. നമ്മുടെ നീടാണ്, നമ്മുടെ ഇതാണ്, അതിനൊരു കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ തന്നെ നമ്മുടെ സമയം കണ്ടുപിടിക്കുക. കുറച്ച് ഉറങ്ങുക, ഒരു 2 സിനിമ കാണാതിരിക്കുക, ഒരു സീരീസ് കാണാതിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ സമയം കണ്ടെത്തി ഈ എക്സാമിന് ഓക്കെ എൻ്റെ ഉദ്ദേശം എനിക്ക് KS ക്രാക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ യു ഡു വാട്ട് എവർ ഇസ് നെസസറി ഫോർ ദാറ്റ്. ഡോണ്ട് ഡു എനിത്തിങ് എക്സ്ട്രാ ഫോർ ദാറ്റ് എക്സാം. അതിൽ മറ്റേ 10 വരിയുടെ ആൻസർ 12 വരി എഴുതിയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചിലപ്പോൾ 1 മാർക്ക് കൂടുതലിട്ടായിരിക്കും, അതിനുവേണ്ടി ഇടുന്ന എഫേർട്ടിന് ഇത് വരില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് നോക്കുക, അതാണ് മെയിൻ കാര്യം. വെറുതെ കാട് കയറിയിട്ട് കാര്യമില്ല. സോ ജോസ്, ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ സെഷൻ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാത്തിനും പറ്റി. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ KS ജേർണി. ആക്ച്വലി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു എമിനൻറ്റ് ബിക്കോസ് നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഇതിലേക്ക് യൂസ് ചെയ്തതും. KS ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് എമിനൻ്റെ ടെസ്റ്റ് സീരീസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത് ആൻസിയുടെ ഫീഡ്ബാക്കും ഭയങ്കര എൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ ബിഫോർ ഒരു മെയിൻസിന് ജസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പുള്ള ആ ഒരു സെഷൻ. അപ്പോൾ ആ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്തതിനും ആ ടെസ്റ്റ് സീരീസ് അത്ര നന്നായിട്ട് നടത്തിയതിനും ഞാൻ എമിനൻറ്റ് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് താങ്ക് യു ഫോർ വാട്ട് എവർ യു ഹാവ് ഡൺ ഫോർ മീ. താങ്ക് യു.